മുസ്ലിം പെണ്ണ് അന്യപുരുഷൻ്റെ മുന്നിൽ ശരീരം മുഴുവനും മറക്കണം എന്നാണ്. മുഖം മറക്കണം, മുൻകൈ മറക്കണം എന്നുള്ളതിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഈ ഫിഖ്ഹിനെ ഫോളോ ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ. ഫിഖ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര നിയമങ്ങൾ. അത് വിവിധ അയിമ്മത്തുകൾ, മീൻസ് ദ ലീഡേഴ്സ് ഓഫ് ഇസ്ലാം, വിവിധ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖവും മുൻകൈയും മറക്കണം എന്ന് പറഞ്ഞവരുണ്ട്, മറക്കണ്ട എന്ന് പറഞ്ഞവരുണ്ട്. നമ്മളിപ്പോൾ ഒരു 90-കൾ അല്ലെങ്കിൽ 60-കൾ 70-കളിലൊന്നും നമ്മൾ മുഖം മറച്ച മുസ്ലിം സ്ത്രീകളെ ഇപ്പം അന്ന് നമ്മുടെ സിനിമകളിലാണ് നമ്മൾ പൊതുവെ കാണുന്നത്. നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല നമ്മുടെ ചുറ്റിനും. പക്ഷെ ഇന്ന് മുഖം മറച്ച, മുഖം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി ആണല്ലോ, ആ സ്വന്തം ഐഡന്റിറ്റിയെ മറച്ച ഒരുപാട് സ്ത്രീകളെ നമ്മൾ ഇന്ന് ചുറ്റും കാണുന്നുണ്ട്. ഞാൻ ജനിച്ച കാലം മുതലേ ഞാൻ കാണുന്നുണ്ട് മുഖം മറച്ചവരെ. മലബാറിലാണല്ലോ നമ്മളുടെ ജീവിതം. പക്ഷേ പറഞ്ഞ പോലെ അന്ന് ഈ ഒരു നിഖാബ് എന്ന് പറയുന്നത് അതൊരു ഫാഷനാണ്. ഇറ്റ്സ് എ ഫാഷൻ ഡിസൈനിങ്. അന്ന് വലിയ തട്ട ഉപയോഗിക്കും, മുഖം ഇങ്ങനെ മറച്ചു വയ്ക്കും, കുട ചൂടും, അങ്ങാടിയുടെ പുറത്തുകൂടെ നടക്കും. അങ്ങനെയാണ് അന്നത്തെ രീതി. ഇന്ന് അത് മാറി. കുറച്ചുകൂടെ സൗകര്യത്തിന് ഇങ്ങനെ പിടിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ വെച്ചാൽ തന്നെ മറവ് വരും എന്നത് ആ ഒരു ഫാഷൻ വന്നപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായി എന്നുള്ളത് മാത്രമാണ്. ഈ അദ്ദേഹത്തിന്റെ ഈ മുജാഹിദുകളെ പോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. അതുപോലെ ഈ പുരുഷന്മാരുടെ വസ്ത്രത്തിൽ ഇപ്പം നീളക്കുപ്പായം വല്ലാതെ വ്യാപകമായിട്ടുണ്ട് നാട്ടിൽ. ഇവ ഞാൻ പറയാറുണ്ട്, ഓട്ടോ ഡ്രൈവറും ഫോട്ടോഗ്രാഫറും ഒക്കെ നീളക്കുപ്പായം ഇട്ടിട്ട് നടക്കുന്ന ഒരു രീതിയുണ്ട്. പഴയ കാലത്ത് അത് പണ്ഡിതന്മാരുടെ മാത്രം ഒരു വേഷമായിരുന്നു. അതൊക്കെ ഒരു സോഷ്യൽ, ഒരു സ്വാഭാവിക ചേഞ്ചിൻ്റെ ഭാഗം എന്നല്ലാതെ മതത്തിൻ്റെ പ്രത്യേകമായ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതായിട്ട് അതിനെ കാണാൻ പറ്റില്ല. അതത്ര നിഷ്കളങ്കമായിട്ടുള്ള സംഭവമാണ്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ ജനാധിപത്യം, മതേതരത്വം, ഇതൊക്കെ അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇവിടുന്ന് ചില ആളുകൾ ജനാധിപത്യം വേണോ എന്ന് ഇവിടുന്ന് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ ഫത്വ വയ്ക്കുന്ന ഘട്ടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സ്വാധീനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്വാധീനം. കേരളത്തിലെ സുന്നി സമൂഹത്തിൽ അവർ ഫത്വ ചോദിക്കുന്നത് സമസ്തയോടാണ്. കാരണം ഓരോ നാട്ടിലുള്ള ഈ അവസ്ഥയെ അറിയുന്നവർക്കേ ഫത്വ കൊടുക്കാൻ കഴിയുള്ളൂ. വേറെ ഏതെങ്കിലും നാട്ടിലിരുന്നു കൊണ്ട് ഈ നാട്ടിലത്തെ ഒരു വിഷയത്തിന് ഫത്വ കൊടുക്കണമെങ്കിൽ, ഫത്വ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇൻഡിവിജ്വലാണ്. ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഫത്വയും മറ്റൊരാൾ കൊടുക്കുന്ന ഫത്വയും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ആ വ്യക്തിയുടെ അവസ്ഥയും അറിയണം, നാടിൻ്റെ അവസ്ഥ അറിയണം. പിന്നെ പഴയ കാലത്ത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അന്നത്തെ മക്കയിലെ പ്രമുഖ പണ്ഡിതനായ ഇബ്നു ഹജർ ഹൈത്തമിയോട് ഫത്വ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ പൂർണ്ണമായും വിശദീകരിച്ച് എന്നിട്ട് ചോദിക്കും. അപ്പോഴാണ് അതിന് മറുപടി കിട്ടുക. അപ്പോൾ ഈ ഗൾഫിലെ സലഫി പണ്ഡിതന്മാരെ അതേപോലെ പിന്തുടരുന്നവർ കേരളത്തിലുണ്ട്, ചെറിയ ശതമാനത്തോളം ഉണ്ടല്ലോ. കേരളത്തിലുണ്ടല്ലോ സലഫികളെ കുറച്ച്. അവരവിടെ നിന്നാണ് ചോദിക്കുക, അല്ല അത് സുന്നികളെ സ്വാധീനിക്കുന്നില്ല. ഞാൻ പറഞ്ഞ സുന്നികളെ ഒട്ടും ഇത് സ്വാധീനിക്കുന്നില്ല എന്നുള്ളത്. ഒരു സ്ത്രീ അങ്ങനെ യാത്ര ചെയ്യുന്നതും പോകുന്നതും ഒന്നും ഇസ്ലാമിൽ അങ്ങനെ ഒരു വിലക്കില്ല. അങ്ങനെ അല്ല, അതാണ് ചോദിക്കേണ്ടത്. ഇസ്ലാമിൽ ഈ വിഷയത്തെക്കുറിച്ച് എന്താണെന്നാണ് ചോദിക്കേണ്ടത്. അല്ലാതെ ഇന്നയാൾ ഇന്നത് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുന്ന രീതിക്ക് മാറ്റം വരണം. ഇസ്ലാമിൽ യാത്ര ചെയ്യുന്നതിന് വിലക്കില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്ന് ഇസ്ലാം മാത്രമല്ലല്ലോ, അമ്മ പറഞ്ഞിട്ടില്ലേ സിനിമാ നടികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന്. കാരണം അത് അപകടം. സെക്യൂരിറ്റി സിസ്റ്റം അത് വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ പോളിസി ഉണ്ടാകും. ഇസ്ലാമിൽ അങ്ങനെ ഒരു പോളിസി ഉണ്ട്. പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അത് സുരക്ഷിതമല്ല. അതുകൊണ്ട് അവളുടെ കൂടെ സപ്പോർട്ടിന് ആളുണ്ടാകണം. അത് ഭർത്താവുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷെ നമ്മളിത് സംസാരിക്കുന്നത് സുനിത വില്യംസ് സ്പേസിൽ മാസങ്ങളോളം താമസിച്ച് തിരിച്ചു വന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ ഈ സ്ത്രീ വില്യംസ് സ്വന്തമായിരുന്നു പോയത്? ഇല്ല, കൂടെ വേറൊരു പുരുഷനുണ്ടായിരുന്നു. രണ്ടാളാണോ? അല്ല, ഭർത്താവോ കുടുംബത്തിലുള്ള ആരോ കൂടെ ഉണ്ടായിരുന്നില്ല. ഒഫീഷ്യൽസ് ഉണ്ടാവും. മുസ്ലിം അല്ലല്ലോ. ഈ സുരക്ഷിതമല്ല എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്ന എല്ലാ പെണ്ണിനും അപകടം ഉണ്ടാകും എന്നും അല്ലല്ലോ. നമ്മൾ ലൈസൻസ് എടുത്ത് പോകുന്നത് എപ്പോഴെങ്കിലും പോലീസ് കൈകാട്ടെന്ന് വിചാരിച്ചിട്ടല്ല. അപ്പോൾ അത് ഇൻസ്പെക്ഷൻ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ യു ഷുഡ് ഹാവ് ദ ലൈസൻസ് വിത്ത് യു എന്ന്. അതുപോലെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ ഒരു നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുന്നത്, അതിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും കൊള്ള നടക്കും എന്ന് വെച്ചിട്ടല്ല. ഇപ്പോൾ ഇവിടെയൊക്കെ CCTV ഒക്കെ ഉണ്ടാവും, പുറത്തൊക്കെ ഉണ്ടാവും.
ഇവിടെ 100 വർഷമായി ക്യാമറ വെച്ചിട്ടൊന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കില്ല. എവിടെയെങ്കിലും സംഭവിക്കും. അതിനു വേണ്ടിയാണ് ഈ സുരക്ഷിതത്വം, സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാക്കുന്നത്. അത്രേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ലോകം ഒരുപാട് ഇവോൾവ് ആയല്ലോ. അപ്പം മറ്റു രാജ്യങ്ങളിലാണെങ്കിലും കേരളത്തിൽ തന്നെ ആണെങ്കിലും ഒരുപാട് സ്ത്രീകൾ ഒറ്റയ്ക്ക് പോയി പഠിക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം അത്രത്തിൽ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല, ആരും തടയുന്നില്ലല്ലോ. ഇസ്ലാം ഒരു പോളിസിയുണ്ട്, അത് ഇസ്ലാം പറയുന്നു. അത് അംഗീകരിക്കുന്നവർ അതനുസരിച്ച് ജീവിക്കുന്നു. അത് അംഗീകരിച്ചോളണം എന്ന് അങ്ങനെ ഇവിടെ ഒരു നിർബന്ധം ചെലുത്താൻ ആർക്കും സാധ്യമല്ലല്ലോ. ആർക്കും പോകാമല്ലോ. ഇതുമായിട്ട് ചേർത്ത് നിർത്തി പറയാൻ കഴിയില്ല. എന്നാലും കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വാക്കുകൾ വല്ലാതെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ നിറഞ്ഞായിരുന്നു. ഒരു കുട്ടി ശരിക്കും 4 വർഷത്തോളം ഗർഭാശയത്തിൽ നിൽക്കും അത് ഇന്റൻഷനലി പറഞ്ഞാണോ അതോ അല്ല, അത് എത്രയോ വർഷം മുമ്പ് പറഞ്ഞതാണ്. അത് അന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഈ സിസേറിയൻ വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു ചർച്ച മൊത്തം നാട്ടിൽ നടക്കുന്നൊരു സമയത്താണ് പറഞ്ഞത്. അന്ന് ഞാനത് പറഞ്ഞത്, അതായത് ഈ സിസേറിയൻ ആളുകൾ പറയും ആശുപത്രിയുടെ കച്ചവടമാണ്, അല്ലെങ്കിൽ ഡോക്ടർമാർ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു അത് മാത്രമല്ല, അങ്ങനെ ഉണ്ടാവാം എവിടെയെങ്കിലുമൊക്കെ. അതേസമയത്ത് നിങ്ങളുടെ കൂടെ താല്പര്യമാണത്. നിങ്ങൾക്കൊരു ഡേറ്റ് കിട്ടിയാൽ ആ ഡേറ്റിൽ തന്നെ പ്രസവിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും എന്നുള്ളൊരു ബേജാറ് ആളുകൾക്കുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എത്ര ദിവസം നിൽക്കാം. അപ്പോൾ അതിന് ഞാനൊരു പഴയ കോട്ട് പറഞ്ഞതാണ്. ഇത് ഒരു അബൌട്ട് 12 centuries ബാക്ക് നല്ല ഡിസ്കഷൻ നടന്നൊരു സംഭവം, എത്ര കാലം വയറ്റിലൊരു കുട്ടി നിൽക്കും എന്നുള്ളത്. അപ്പോൾ അതിലെനിക്ക് കിട്ടിയൊരു കോട്ട് ഞാൻ പറഞ്ഞു 4 വർഷം വരെ നിൽക്കുമെന്ന്. അല്ലാതെ ഇനി മുതൽ നാളെ മുതൽ എല്ലാ സ്ത്രീകളും പ്രസവിക്കാൻ ദിവസം പൂട്ടി വരുന്നില്ലെങ്കിൽ 4 വർഷം വരെ കാത്തു നിൽക്കണം എന്നുള്ളൊരു കാര്യം അല്ല പറഞ്ഞത്. അതിലൊരു പ്രശ്നം, അത് പറയേണ്ടത് മെഡിക്കൽ സയൻസ് ആണെന്നുള്ള. അതെ, ഇപ്പോൾ മെഡിക്കൽ സയൻസ് എന്താ പറയുന്നത്, എത്ര ദിവസം നിൽക്കുന്ന അതാ നോക്കേണ്ടത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് ആരെങ്കിലും എന്തും പറഞ്ഞാൽ എല്ലാവരും അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയണം എന്നുള്ളൊരു ധാരണയുണ്ട്. അന്ന് അങ്ങനെയല്ല ഉണ്ടായത്. അന്ന് ഒരു കുട്ടി 2 വർഷം കഴിഞ്ഞ് പ്രസവിച്ചാൽ ഇത് ആരുടെ കുട്ടിയാണെന്നാണ് വയ്ക്കുക. ഒരാൾ വിവാഹമോചനം നടത്തിയതിന് ശേഷം 2 വർഷം കഴിഞ്ഞ് കുട്ടി ജനിച്ചു. ഈ പെണ്ണ് വേറെ കല്യാണം കഴിച്ചിട്ടുമില്ല, അവിഹിത ബന്ധത്തിന് പോയിട്ടുമില്ല. എങ്കിൽ ഇയാളിലേക്ക് ഈ കുട്ടിയെ ചേർത്തി പറയാൻ പറ്റുമോ? അവിടെയാണ് ഈ ഡിസ്കഷൻ ഉടലെടുത്തത്. അപ്പോൾ ഒരാൾ 2 വർഷം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് പറയുന്നതിന് പകരം അന്നത്തെ ആളുകൾ നാടുനീളെ സഞ്ചരിച്ച് ജനങ്ങളെ അന്വേഷിച്ച് കുടുംബങ്ങളിൽ അന്വേഷിച്ച് പഠിക്കുകയാണ്, ഗവേഷണമാണ്. അപ്പോൾ അന്ന് ഒരാൾ പറഞ്ഞു, ഈ ഗ്രേറ്റസ്റ്റ് ഇസ്ലാമിക് സ്കോളറായിരുന്നു പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് 2 വർഷം വരെ നിൽക്കുള്ളൂ. അപ്പോൾ ഒരാൾ പറഞ്ഞു, അല്ല എൻ്റെ നൈബർ ഒരു പെണ്ണുണ്ട്, അവൾ 3 വർഷമായിട്ടാണ് പ്രസവിച്ചത്. സോ അത് അനുഭവമല്ല, അനുഭവത്തെ അനുമാനം കൊണ്ട് മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ വീണ്ടും അന്വേഷിച്ചു. അപ്പം 4 വർഷം വരെ നിന്നിട്ട് പ്രസവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് എന്ന് ബാഗ്ദാദിലെ ഒരാൾ പറഞ്ഞു. ഒരു കുടുംബം, ഒരു ട്രൈബ് തന്നെ മൊത്തം അങ്ങനെയാണ് പ്രസവിക്കുന്നതെന്ന്. അപ്പോൾ അനുഭവത്തെ നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം മാസം കാണൂല എന്ന് പറയുന്ന ദിവസം മാസം കണ്ടാലേ അതങ്ങനെ കാണൂല, അത് ചന്ദ്രനല്ല എന്ന് പറയുന്നത് പോലെ ആയിപ്പോകൂലേ. പക്ഷേ ഈ ചർച്ച വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ മലപ്പുറത്ത് ഒരു സ്ത്രീ, അതിലാണ് ഈ ചർച്ച വന്നത്. അപ്പോൾ ഇതിൽ നമ്മളുടെ ഇതെന്താണ്, വീട്ടിൽ പ്രസവിച്ച പാർട്ടിയുടെ ആളുകളാണ് എൻ്റെ ഈ പഴയ പ്രസംഗം തപ്പിപ്പിടിച്ച് പുറത്തിട്ടത്. അത് അവർക്ക് അനുകൂലമാകുമെന്ന് കരുതിയിട്ട്. ഇസ്ലാമിൽ അങ്ങനെ വീട്ടിൽ നിന്നേ പ്രസവിക്കാവൂ എന്നുള്ള യാതൊരു ആശയവുമില്ല. ഇസ്ലാമിലുള്ളത് സുരക്ഷിതമായ സ്ഥലത്താവണം, പ്രസവം എടുക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടാവണം, അവിടെ അപകട സാധ്യത ഉണ്ടാകരുതെന്നാണ്. പിന്നെ ഹൈജീനൊക്കെ കൂടുതൽ നല്ലത് ആശുപത്രിയേക്കാളും വീടാണെന്ന് യൂറോപ്പിലൊക്കെ വല്ലാതെ ഇപ്പോൾ ഒരു ധാരണ പരന്നു വരികയും വീട്ടിൽ വെച്ച് പ്രസവിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അങ്ങനെ വീട്ടിൽ നിന്ന് ജനിക്കുന്നവരുണ്ട്. നിങ്ങളൊക്കെ എവിടെ നിന്നാണ് ജനിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ നിന്ന് ജനിച്ചു. പ്രശാന്തി എവിടെ നിന്ന് ജനിച്ചു? ഞാൻ ഹോസ്പിറ്റലാണ്. അന്ന് ഹോസ്പിറ്റലുണ്ടല്ലേ? എത്ര വയസ്സായി? 59. എൻ്റെ നാട് ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാവും. എൻ്റെ നാട്ടിൽ
ഇപ്പോഴത്തെ പോലെ തന്നെ. നമ്മുടെ ചെറുപ്പകാലത്തൊന്നും അങ്ങനെ ആശുപത്രിയിൽ പോകുന്ന ഒരു കാര്യമേ ഇല്ല, അപൂർവമായിട്ടേ പോകാറുള്ളൂ. കൃഷ്ണകുമാർ നമ്മുടെ പഴയ കോയമ്പത്തൂർ ഫാർമസിയുടെ MD മരിച്ചുപോയി. പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു ശിഷ്യൻ ആശുപത്രിയിൽ പോയിട്ട് വിളിച്ചു, പിന്നെ ചേട്ടാ കുഞ്ഞ് കഴുത്തിൽ കുടുങ്ങിയിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്, എന്ത് ചെയ്യണം? അപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിൻ്റെ വൈദ്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ കാത്തിരിക്കുക, കഴുത്ത് കുടുങ്ങിയാലേ തിരിച്ചു വരും. അവൻ എന്ത് മരുന്ന് കൊടുക്കാൻ പറഞ്ഞു, പ്രസവിച്ചു എന്ന് പറഞ്ഞു. അത് ഓരോ ആളുകളുടെ ധൈര്യവും അവർക്ക് അവരുടെ അതിലുള്ള വിശ്വാസവും പരിചയമൊക്കെയാണ്. അല്ലാതെ നമ്മൾ ഇന്ന സ്ഥലത്താവണം ആവണ്ട എന്ന് പറയാൻ നമ്മളാളല്ല. മതത്തിന് അതിൽ പ്രത്യേക നിയമമില്ല. എന്തായാലും അപകടത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന മതത്തിൽ നിയമം ഉണ്ട്. അല്ല, ഈ വാദത്തെ എങ്ങനെയാണ് കാണുന്നത്? എല്ലാ മുസ്ലിങ്ങളും ഒന്നിക്കണം, അല്ലെങ്കിൽ ഉമ്മത്തിയത്ത് വാദം എന്നൊക്കെ പറയാറുണ്ടല്ലോ, എല്ലാവരും യോജിച്ച് നിൽക്കണം. അപ്പോൾ ഈ മനുഷ്യരെല്ലാം യോജിച്ച് നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ ആശയം. മറ്റത് ആരാധനാ കാര്യങ്ങൾ ഓരോരുത്തരും അവരവരുടെ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ചെയ്യണം. അതുപോലെയുള്ള സംഘടനാപരമായ വിഷയങ്ങൾ ഓരോ സംഘടനക്കാരും ചെയ്യണം എന്നുള്ളതാണ്. പൊളിറ്റിക്കലി മുസ്ലിംസ് ഒരുമിച്ച് നിൽക്കണം. രാഷ്ട്രീയപരമായി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ സംഘടിക്കണം എന്ന് ഞങ്ങൾക്കൊരിക്കലും താല്പര്യമില്ല. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇപ്പോൾ വിവിധ ആശയങ്ങളിലാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ ഉടലെടുക്കുന്നത്. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികളുടെ ആദർശത്തിനനുസരിച്ചാണ് ജനങ്ങൾ യോജിച്ച് നിൽക്കേണ്ടത്. അതിൽ വ്യത്യസ്ത പാർട്ടികളുണ്ടാവും. പിന്നെ സമസ്തയാണെങ്കിൽ പ്രത്യേക പാർട്ടികളുമായൊന്നും ഒരു സ്ഥിരമായ ബന്ധമോ അങ്ങനെയുള്ളൊരു തീരുമാനങ്ങളോ ഇല്ല. അപ്പോൾ പിന്നെ താൽക്കാലികമായി വോട്ട് ചെയ്യുന്ന സമയത്തുള്ളൊരു തീരുമാനങ്ങൾ മാത്രമാണ് ആ വിഷയത്തിലുള്ളത്. ഭരണകൂടങ്ങളോട് എന്നും യോജിച്ച് നിന്നുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ വികസനത്തിന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആ വിഷയത്തിൽ നമ്മുടെ ഒരു പോളിസി.